بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിതങ്ങൾ കഴിഞ്ഞ ഖുതുബകളിലും ഈദ് സന്ദേശത്തിലുമൊക്കെ നാം മനസ്സിലാക്കുകയും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും ചെയ്തവരാണ്. ഏറ്റവും ശക്തന്മാരായ 5 പ്രവാചകന്മാരിൽപ്പെട്ട മഹാനായ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകനെ പ്രതിപാദിക്കുന്ന 169 ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്, പല അധ്യായങ്ങളിലായിട്ട്. ആ പ്രതിപാദ്യ വിഷയങ്ങളിലെല്ലാം ആ പ്രവാചകൻ്റെ ജീവിതത്തിലുടനീളമുള്ള ത്യാഗങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ദീനിൻ്റെ മാർഗത്തിൽ ആ പ്രവാചകൻ ചെയ്തു തീർത്ത ഒരുപാട് കടമകളെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയേറെ ശ്രേഷ്ഠനായ ആ ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും ഒരാളുടെ മനസ്സകം അറിയുവാനുള്ള കഴിവ് ആ പ്രവാചകന് നൽകിയിട്ടില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളിൽ കൂടി നാം പഠിക്കുകയാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ഗൈബ് അറിയുക എന്നുള്ളത്. അദൃശ്യമായ കാര്യമറിയുക അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ ഒരു കാര്യം. വിശുദ്ധ ഖുർആനിലെ നമുക്കേവർക്കും ഹൃദ്യസ്ഥമായ ചില ആയത്തുകളിൽ കൂടി സൂറത്തു ജിന്നിലെ അവസാന പരാമർശത്തിൽ നടത്തുന്ന ആയത്തുകൾ നമുക്കേവർക്കും സുപരിചിതമാണ്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അല്ലാഹുവാണ് അദൃശ്യങ്ങളെല്ലാം അറിയുന്നവൻ. അവൻ്റെ അദൃശ്യജ്ഞാനം ഒരാൾക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. അള്ളാഹു തൃപ്തിപ്പെട്ട വല്ല ദൂതനും ഒഴികെ. അള്ളാഹു തൃപ്തിപ്പെട്ട ചില പ്രവാചകന്മാർക്ക് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും. ആ ഗൈബ് പ്രവാചകന്മാരുടെ ഇഷ്ടപ്രകാരം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ ആ പ്രവാചകന്മാരിൽ കൂടി അത് പ്രവാചകനാണ് എന്ന് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാകണം എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് ഗൈബ് ചില പ്രവാചകന്മാർക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് മനസ്സകം അറിഞ്ഞുകൊണ്ട് ചില പുരോഹിതന്മാർ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകും എന്നുള്ള വ്യാജേന അവർ സോഷ്യൽ മീഡിയകളിലേക്ക് പ്രചാരണം നടത്തുന്നത്. കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത് അത് മതവിശ്വാസികളിലും അല്ലാത്തവരിലുമുണ്ട്. മതവിശ്വാസികളിലാണ് കൂടുതലുമുള്ളത്. എല്ലാ മതങ്ങളിലും പെട്ട ആൾക്കാർ പലരുടെയും ആശയെയും കീശയെയും ഒന്നുപോലെ കാലിയാക്കുന്ന ഒരു മേഖലയാണ്
ഈ തട്ടിപ്പുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരബലികൾ പോലും ചില മനുഷ്യർ നടത്തുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളാണ്. ഭാവി ജീവിതം ശോഭകരമാക്കാം, മുന്നോട്ടുള്ള ജീവിതം നന്മയിൽ കലാശിക്കും, പ്രയാസങ്ങൾ മാറിക്കിട്ടും, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചിലർ, വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതരായവർ പോലും നരബലി പോലും, സ്വന്തം മക്കളെപ്പോലും നരബലി നടത്തിക്കൊണ്ട് ദൈവപ്രീതി നേടുവാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുവാനുമുള്ള വ്യാജേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമുക്കറിയാം, സ്വന്തം വീട്ടിൽ പോലും ഭയന്ന് ജീവിക്കുന്ന ഒരവസ്ഥ. അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മുസീബത്തുകൾ അവരിൽ ഉണ്ടാകുമ്പോഴേക്കും പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വീട് അത്ര നല്ലതല്ല, താമസം മാറണം. അങ്ങനെ അനുഭവമുണ്ട് നമുക്ക്. അവർ സ്വന്തം വീട്ടിൽ താമസിക്കാതെ മറ്റുള്ള വീട്ടിൽ വാടക കൊടുത്തുകൊണ്ട് താമസിക്കുന്ന എത്രയോ ഹതഭാഗ്യവാന്മാർ. കാരണം ഈ പുരോഹിതന്മാരാണ്, അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ അറബി കിതാബിൽ നോക്കിക്കൊണ്ടവർ പറയുകയാണ്, ഈ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പ്രയാസങ്ങളുണ്ടാകും, മുസീബത്തുകളുണ്ടാകും, അതുകൊണ്ട് ഇവിടെ മാറണം. പാമരായ ജനങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് ആ വീട്ടിൽ താമസിക്കാതെ വാടക കൊടുത്തുകൊണ്ട് മറ്റു വീട്ടിൽ ആശ്രയം തേടിപ്പോകുന്ന എത്രയോ ആൾക്കാരുടെ കഥകൾ നാം കണ്ടും കേട്ടും ഇരിക്കുകയാണ്. എത്രയോ കുടുംബത്തിലെ ഛിദ്രതകൾ, വൈവാഹിക ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ ഛിദ്രതകൾക്ക് പോലും ഒരുപക്ഷെ കാരണമാകുന്നത് ചില പുരോഹിതന്മാരാണ്. ഗൈബിയായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള അവരുടെ വ്യാജേന വലയിൽപ്പെട്ടവരാണ്. അവർ പറഞ്ഞു പറ്റിക്കുകയാണ്. മനസ്സുഖങ്ങൾ വായിക്കുവാൻ അറിയുന്ന ശൈഖന്മാരെയാണ് മുസ്ലിം സമുദായം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ചില പുരോഹിതന്മാർ, ഇന്നയാൾക്ക് ഇന്നതെല്ലാം അറിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർക്കും അറിയുകയില്ല എന്നുള്ള മറിച്ചുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവർ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വിശ്വാസികളെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കുള്ള പാഠം എന്താണ്? സകല പ്രവാചകന്മാരോടും റഹ്മാനായ റബ്ബ് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകൾ, അതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ആയത്ത് സൂറത്തു അൻആമിലെ 50-ാമത്തെ ആയത്താണ്. നൂഹ് നബിയോടും ലൂത്ത് നബിയോടും മറ്റുള്ള സകല പ്രവാചകന്മാരോടും പ്രഖ്യാപിക്കുവാൻ പറഞ്ഞ ഒരു വചനമാണിത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅ്ലമുൽ ഗൈബ്, അദൃശ്യകാര്യങ്ങൾ അറിയുമെന്നും ഞാൻ പറയുന്നില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. ഇസ്ലാമിൻ്റെ മൗലികമായ തത്വമാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ആയത്ത് ഇറങ്ങുവാനുണ്ടായ ഒരു സബബുൻ നുസൂലുണ്ട്, ഒരു അവതരണ പശ്ചാത്തലം. ചില മനുഷ്യർ വന്നുകൊണ്ട് പ്രവാചകരുടെ അടുക്കൽ ചോദിക്കുകയാണ്, അല്ലയോ മുഹമ്മദേ, എപ്പോഴാണ് വരൾച്ചയുണ്ടാവുക, എപ്പോഴാണ് ക്ഷേമമുണ്ടാവുക? കാരണം അത് മനസ്സിലാക്കിയാൽ നമുക്ക് പലചരക്കുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ നമുക്ക് ഒതുക്കി വയ്ക്കാമല്ലോ, സൂക്ഷിച്ചു വയ്ക്കാമല്ലോ. ഇത് അറിയുവാനായിട്ട് പ്രവാചകരോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചക, എപ്പോഴാണ് ക്ഷേമകാലവും ക്ഷാമകാലവും ഉണ്ടാവുക? വരൾച്ച എപ്പോഴാ ഉണ്ടാവുക? മഴ എപ്പോഴാ ഉണ്ടാവുക? ഉഷ്ണം എപ്പോഴാ ഉണ്ടാവുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രവാചകരോട് ചോദിക്കുമ്പോൾ അള്ളാഹു ഇടപെടുകയാണ്. പ്രവാചക, അത്തരം ചോദ്യകർത്താക്കളോട് പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഖജനാവിൽപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിന് മാത്രമുള്ള സിഫത്തുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാ മഴ പെയ്യിക്കുക, എപ്പോഴാണ് സമൃദ്ധമായ കാലമുണ്ടാവുക, ക്ഷേമമുണ്ടാവുക, ഇതൊന്നും എൻ്റെ അധീനതയിൽ പെട്ടതല്ല. കാരണം എന്താണ്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പറയുക, പ്രഖ്യാപിക്കുക നബിയെ,
നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് വഹയി നൽകിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിലെ 6-ാമത്തെ വചനവും സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ വചനവും പ്രഖ്യാപനമാണ്. നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഭാവി കാര്യങ്ങൾ പ്രഖ്യാപിക്കുവാനുള്ള ആളല്ല ഞാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചില അത്ഭുത കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചില മനുഷ്യർ, ചില അദൃശ്യ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. അവിടങ്ങളിലെല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 93-ാമത്തെ ആയത്ത് നബിയെ പറഞ്ഞു കൊടുക്കുക അവരോട്. താങ്കളോട് അത്ഭുത കാര്യങ്ങൾ നടത്തിക്കാണിക്കുവാൻ പറയുന്നുവല്ലോ, ചില വിസ്മയപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുവാനാണല്ലോ ആവശ്യപ്പെടുന്നത്, അദൃശ്യ കാര്യങ്ങളാണല്ലോ അത്. അത്തരം ആവശ്യക്കാരോട് നബിയെ പ്രഖ്യാപിക്കുക, സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറർ റസൂലാ. എൻ്റെ ദൂതൻ, എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, ഞാനൊരു ദൂതനായ മനുഷ്യൻ മാത്രമാണ്. ഇത് പ്രഖ്യാപനം എല്ലാ പ്രവാചകന്മാരും നടത്തിയിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പോലും ഈ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് വരാതിരിക്കുവാനുള്ള ഒരു തടസ്സം പോലും വിശുദ്ധ ഖുർആനിലെ ആ ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ റഹ്മാനായ റബ്ബ് പറയുകയാണ്. സന്മാർഗം സ്വീകരിക്കുവാൻ ചിലർക്ക് പ്രയാസമായ ഒരു കാര്യം, അബീജഹലിനും ഉത്ബത്തിനും ഷൈബത്തിനുമുള്ള മക്കയിലെ മുശ്രിക്കുകൾക്ക് സന്മാർഗം സ്വീകരിക്കുവാൻ ഒരു പ്രയാസം നേരിട്ടത് ഈ വിഷയത്തിലാണ്. ഖുർആൻ പറയുകയാണ്, വമാ മനഅന്നാസ അൻ യുമിനു ഇദ് ജാഅഹുൽ ഹുദാ ഇല്ലാ അൻ ഖാലു അബഅസല്ലാഹു ബശറർ റസൂലാ. ഈ മനുഷ്യനെയാണോ അല്ലാഹു തആല ദൂതനായി നിയോഗിച്ചത്? സൂക്കിൽ കൂടി നടക്കുന്ന, ആഹാരം കഴിക്കുന്ന, മാതാപിതാക്കളാൽ ജനിച്ച ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഇവനാണോ പ്രവാചകൻ? ഇവനിൽ കൂടിയാണോ സന്മാർഗം നമുക്ക് ലഭിച്ചത് എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സന്മാർഗം സ്വീകരിക്കുകയില്ല. ഇത് വ്യാജവർത്തമാനവുമായി വന്ന ഒരു സാഹിറാണ്, ഇത് മോശം വർത്തമാനവുമായി വന്ന ഒരു കള്ളനാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചതായി ഖുർആൻ പറയുകയാണ്. ഇല്ലാ അൻ ഖാലു അബഅസല്ലാഹു ബശറർ റസൂലാ. ഇതൊരു മനുഷ്യനെയാണോ അല്ലാഹു തആല നിയോഗിച്ചത്? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് പറയുന്ന സന്മാർഗത്തിൽ ഞങ്ങളില്ല എന്ന് പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അവർക്ക് തടസ്സം അതായിരുന്നു. കാരണം അവരുദ്ദേശിക്കുന്നത് ആകാശത്ത് നിന്നും ഒരു മലക്ക് വരണം, ജനങ്ങളുമായി ഒരു സംസർഗവുമില്ലാത്ത, എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വന്നത് ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനാണ്, അറബി ഗോത്രത്തിൽപ്പെട്ട വംശജനാണ്, പാവപ്പെട്ടവനാണ്, യത്തീമാണ്. ഇവനിൽ കൂടിയാണോ ദൈവം ദൂതനായി ഒരാളെ നിയോഗിക്കുക എന്നുള്ള ഒരു അടയാളങ്ങളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. അവർ അതിനെ സംബന്ധിച്ച് പറയുകയാണ്, വഖാലു മാലി ഹാദർ റസൂൽ, ഇതെന്തൊരു റസൂലാണ്, യഅകുലു തുആമ വയംശി ഫിൽ അസ്വാഖ്. സൂക്കിൽ കൂടി നടക്കുന്ന ഒരു മനുഷ്യൻ, നമ്മെപ്പോലെ ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനാണോ പ്രവാചകൻ? ഇല്ല ഇല്ല എന്നും പറയുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ വർത്തമാനം 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 7-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ പ്രവാചകന് ഹാവഭാവങ്ങളില്ല, വേഷഭൂഷാദികളില്ല, 3.5 മീറ്റർ നീളമുള്ള തലയെക്കെട്ടില്ല, പിന്നെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വേഷവിധാനം ആ പ്രവാചകനില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ മക്കയുടെ പുറത്തു നിന്നും ആരെങ്കിലും വരുമ്പോഴേക്കും പ്രവാചകർ ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ സദസ്സിനോട് ചോദിക്കുമായിരുന്നു, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? കാരണം വേഷം കൊണ്ട് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. കാരണം ഇന്നത്തെ മൗലാനമാരെ പോലെ അല്ല എന്നർത്ഥം. ഇന്നത്തെ മൗലാനമാരുടെയും ഇന്നത്തെ മുസ്ലിയാക്കന്മാരുടെയും ഹാവഭാവം എന്ന് പറയുന്നത് അവർ സൂഖിലൊന്നും കാണൂല. അവരുടെ ഇടങ്ങൾ പ്രത്യേകമായിട്ടുള്ള ചില അരമനകളാണ്. അവരെ കാണുവാനായിട്ട് പ്രത്യേകമായ സമയങ്ങളുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും വിചാരിച്ചിരുന്നത് അതുപോലെയുള്ള ഒരു പ്രവാചകനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. മതം വിറ്റ് ജീവിച്ചവരല്ല, തിരികേശം വിറ്റുകൊണ്ട് ഉദരപൂരണം നടത്തിയവരല്ല, ഭാവി പ്രവചനം പറഞ്ഞുകൊണ്ട് ദീനിൽ കൂടി സമ്പാദിച്ചവരല്ല പ്രവാചകന്മാരും സ്വഹാബാക്കളും. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുവാൻ അല്ലാഹു തആല പ്രവാചകരോട് പറയുകയാണ്, പ്രവാചക, ലൗ കുൻതു അഅലമുൽ ഗൈബ് ലസ്തക്സർത മിനൽ ഖൈരി വമാ മസ്സനി യസ്സൂ. അദൃശ്യ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യുമായിരുന്നു. എന്നെ പ്രയാസങ്ങൾ ബാധിക്കുകയില്ല, എനിക്ക് ബുദ്ധിമുട്ടുകൾ ബാധിക്കുകയില്ല, അദൃശ്യ കാര്യങ്ങൾ എനിക്ക് അറിയുകയില്ല. പ്രവാചക പ്രഖ്യാപിക്കുക, ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, തൗഹീദിന്റെ ഭാഗമാണ്. ഗൈബ് അറിയുക എന്നുള്ളത് അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമായ ഒരു കാര്യമാണ്. സകല പ്രവാചകന്മാരും പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ, ലസ്തക്സർത മിനൽ ഖൈർ, ഒരുപാട് നന്മകൾ ഞങ്ങൾ വാരിക്കൂട്ടുമായിരുന്നു. വമാ മസ്സനി യസ്സൂ, തിന്മകൾ ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്ന് പ്രഖ്യാപനം നടത്തുവാൻ പ്രവാചകന്മാരോട് അല്ലാഹു കലാമിൽ കൂടി പ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എത്രയെത്ര വേദനിപ്പിച്ച സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പൊന്നാര പ്രിയതമ ഫാത്തിമ റളിയല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നടന്ന മാലയുടെ നഷ്ടം അല്ലെങ്കിൽ മാല കാണാത്ത സംഭവമായിട്ട് പ്രവാചകനെ ഏറെ ദുഃഖിപ്പിച്ച ഒരു വചനമാണ്, ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയപ്പോഴാണ് പ്രവാചകരും സ്വഹാബാക്കൾക്കും സമാധാനമായത്. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും ചേർത്തുകൊണ്ട് അപവാദ പ്രചരണം നടത്തി. ചരിത്രം നമുക്കറിയാം. ആ അപവാദ പ്രചരണത്തിൽ സ്വഹാബികൾ പോലും പെട്ടുവെന്നാണ്. മിസ്തഹും ഹസ്സാനും ഹംനയും റളിയല്ലാഹു അൻഹും 3 പ്രമുഖ സ്വഹാബാക്കളാണ്. ഒരു സ്വഹാബ വനിതയാണ്. അവർ പോലും സംശയിച്ചു പോയി. അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവും തമ്മിലുള്ള അവിഹിതമായ ബന്ധം നടന്നുവെന്ന് അവർക്ക് പോലും സംശയിക്കേണ്ട വിധത്തിൽ ശൈത്വാൻ ഇടപെട്ടുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പ്രവാചകരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലം യുളയ്യിഖില്ലാഹു അലൈക വന്നിസാ സിവാഹാ കസീർ. അല്ലാഹു താങ്കൾക്ക് പ്രയാസമുണ്ടാക്കാതിരിക്കട്ടെ, ആയിഷയെക്കാളും എത്രയോ നല്ല പെണ്ണുങ്ങൾ ഇവിടെയുണ്ട്, അള്ളാന്റെ റസൂലെ ഒഴിവാക്കിക്കള. ആര് പറഞ്ഞു? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? മനസ്സകം അറിയാൻ സാധിച്ചില്ല. പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സകം വായിക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിന് അറിയുവാൻ സാധിച്ചില്ല. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സകം വായിക്കുവാൻ സ്വഹാബികൾക്ക് പലർക്കും സാധിച്ചില്ല. അവരെല്ലാം, അല്ലെങ്കിൽ അവരിൽ ചിലർ വിശ്വസിച്ചിരുന്നത് സഫ്വാനുമായിട്ടുള്ള സംഭവം സത്യമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്ത് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. പ്രവാചക, ഇത് നിങ്ങളിൽപ്പെട്ട ചില ആൾക്കാരാണ് കെട്ടിയുണ്ടാക്കിയത്. ഇത് വ്യാജ ആരോപണങ്ങളാണ്, ഇത് ഇഫ്കാണ്, ഇത് ലൊന്നാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസമാവുകയാണ്. കാരണം മനസ്സകം അറിയുന്ന ഒരു പ്രവാചകനായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ 70 ഖുർആൻ പണ്ഡിതന്മാരെ അള്ളാന്റെ റസൂൽ വിട്ടയച്ചത് ശത്രുക്കൾക്ക്. ബോധപൂർവമാണോ? ഇല്ലല്ലോ. ഖുർആൻ പഠിപ്പിക്കുവാനുള്ള നന്മയാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത്. ആ 70 ഹാഫിളീങ്ങളെയും വധിച്ചു കളഞ്ഞുവല്ലോ. പ്രവാചകൻ ഇതിനേക്കാളേറെ വലിയ വേദന എന്തുണ്ടായിരുന്നു? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഉഹദ് യുദ്ധത്തിലെ പരാജയം, ഉഹദ് മലയുടെ മറവിൽ ആരെ ഖാലിദ് ഇബ്നുൽ വലീദും സംഘവും ഒളിച്ചിരിക്കുന്നു എന്നുള്ളത്, മലയുടെ അപ്പുറത്തിരിക്കുന്ന കാര്യം അഷ്റഫുൽ ഖൽഖായ പ്രവാചകർ ഇപ്പുറത്ത് നിന്ന് വായിക്കുവാനോ അറിയുവാനോ സാധിക്കുന്നില്ല. അതല്ലേ ഉഹുദിലെ പരാജയമെന്ന് ചരിത്രം നാം പഠിച്ചത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആ ജൂതപ്പെണ്ണ് ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തി ആ പ്രവാചകൻ കഴിച്ചില്ലേ സഹോദരങ്ങളെ?
അള്ളാന്റെ റസൂലിന്റെ അവസാന സമയത്ത് പോലും വേദനിക്കുന്നു ആയിഷ എന്ന് പൊന്നാര റസൂൽ പറഞ്ഞില്ലേ? ഈ ചരിത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഗൈബായ ഒരു കാര്യം, അദൃശ്യമായ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാരും അറിയും. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹരീം ഇറങ്ങുവാനുള്ള ഒരു അവതരണ പശ്ചാത്തലം പോലും ഗൈബിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അസ്ർ നമസ്കാരവും കഴിഞ്ഞതിന് ശേഷം ഒരു ഭാര്യയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് തേന് കുടിക്കുമായിരുന്നു. പ്രവാചകർക്ക് ഹലുവയും തേനും വളരെ ഇഷ്ടമായിരുന്നു. ആ തേന് കഴിച്ചുകൊണ്ടായിരുന്നു മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും അടുക്കൽ വരുന്നത്. ഒരിക്കൽ രണ്ടുപേരും പ്രവാചകനെ പറ്റിക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഒരിക്കൽ മഹാനായ പ്രവാചകർ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും തേന് കടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും രണ്ടുപേരും പ്രവാചകരോട് ചോദിക്കുകയാണ്, അഖൽത മഗാഫീർ, മഗാഫീർ കഴിച്ചിട്ടുണ്ടോ പ്രവാചക? മഗാഫീർ എന്ന് പറയുന്നത് അറബിയിലുണ്ടായ ഒരു പാനീയമാണ്. ഒരു വൃക്ഷത്തിൽ നിന്നും കിട്ടുന്ന ഒരു പാനീയം, മധുരമാണ്, പക്ഷെ നാറ്റമാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും ചോദിക്കുന്നത്, അഖൽത മഗാഫീർ, അല്ലയോ പ്രവാചക മഗാഫീർ കഴിച്ചിട്ടുണ്ടോ? ഇന്നി അജ്ദു മിൻ കരീഹ മഗാഫീർ, അതിന്റെ ഒരു ഗന്ധം അനുഭവപ്പെടുകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണില്ല, ഇല്ല കഴിച്ചിട്ടില്ല. വലാകിന്നി കുന്തു അശ്റബു അസലൻ ഇൻദ സൈനബ്, സൈനബയുടെ വീട്ടിൽ നിന്ന് ഞാൻ തേന് കഴിച്ചു, അത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. എന്നിട്ടും ഇവർ കൂട്ടാക്കുന്നില്ല. കാരണം എന്താണ്? സ്ത്രീ സഹജമായ ചില ദൗർബല്യങ്ങൾ പിടിപെട്ടതുപോലെ മഹാനായ പ്രവാചകരുടെ രണ്ട് ഭാര്യമാർക്കും നമ്മുടെ ഉമ്മമാർക്ക് പിടിപെട്ടു സ്ത്രീ സഹജമായ ദൗർബല്യം. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഇല്ല, ഇനി ഞാൻ കഴിക്കില്ല, ഇനി ഞാനത് നിഷിദ്ധമാക്കുകയാണ്, ഇനി ആ തേന് കഴിക്കുകയില്ല. അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. 66-ാമത്തെ അധ്യായം അങ്ങനെ ഇറങ്ങുന്നതാണ്. അല്ലയോ പ്രവാചക, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, താങ്കൾക്ക് അല്ലാഹ് അനുവദിച്ച ഒരു കാര്യം പെണ്ണുങ്ങൾ അഥവാ അങ്ങയുടെ ഭാര്യമാരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അത് ഹറാമാക്കുകയാണോ? അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ്. എന്തേ സംഭവിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും മനസ്സകങ്ങളിൽ ഒളിച്ചിരുന്ന ആ വിചാരം എന്താണെന്ന് പ്രവാചകർക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ മുസ്ലിം സമുദായം അതിൽ നിന്നും എത്രയോ മേലേക്ക് പോയിരിക്കുകയാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിഷയത്തിൽ പോലും അവർ വിശ്വസിച്ചു വച്ചിരിക്കുകയാണ്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. എല്ലാം ഓവറാണ്. ഇസ്ലാം മതത്തിൽ നിന്നും എത്രയോ വിദൂരമായി പോയ വഴികേടിലേക്കാണ് ഈ ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖാണല്ലോ പ്രവാചകർ. സ്വന്തം ഭാര്യമാർ എന്നെ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യം പോലും അറിയാത്ത പ്രവാചകനെയാണ് ഈ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിലെ ഒരു അധ്യായം തന്നെ പ്രവാചകർക്ക് ഇറങ്ങുന്നത് എന്നുള്ള ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ്? ഖലീലുർ റഹ്മാന്റെ മാസമാണല്ലോ, ഇബ്രാഹിം നബിയുടെ ചരിത്രമാണല്ലോ നാം പഠിച്ചത്. ആ ചരിത്രം എന്താണ്? വിശുദ്ധ ഖുർആനിലെ 3 അധ്യായങ്ങളിൽ കൂടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സകം അറിയില്ല. തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് മനുഷ്യനാണെന്ന് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുന്നിൽ നിൽക്കുന്നത് മലക്കാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 69-70, 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിലെ 52, 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 24 മുതലുള്ള ആയത്തുകൾ. ഈ 3 അധ്യായങ്ങളിലും പ്രതിപാദിക്കുന്ന വിഷയം ഒന്ന് തന്നെയാണ്. അള്ളാഹുവിന്റെ സന്തോഷ വാർത്തയുമായിട്ട് ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നത് മലക്കുകളാണ്. ഒരു ആൺകുഞ്ഞ് പിറക്കുകയാണ്, വിജ്ഞാനം നുകർന്ന ഒരു ആൺകുഞ്ഞ് അങ്ങേക്ക് പിറക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷ വർത്തമാനവുമായിട്ട് വന്നത് മലക്കുകൾ മനുഷ്യരൂപത്തിലാണ്. ഖാലു സലാമാ, ഖാല സലാം, പ്രതിപാദ്യം പറയുകയാണ്. അപ്പോഴേക്കും ഇവർക്ക് ഇബ്രാഹിം നബിക്ക് പേടി തോന്നിയെന്നാണ്. അപ്പോഴേക്കും വന്ന ദൂതന്മാർ, മനുഷ്യരൂപത്തിൽ വന്ന ദൂതന്മാർ പറഞ്ഞു, ലാ തഖഫ്, ഭയപ്പെടണ്ട.
ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ് ഞങ്ങൾ. അള്ളാഹുവിന്റെ ദൂതുമായിട്ട് വന്നവരാണ് ഞങ്ങൾ. താങ്കൾ ഭയപ്പെടണ്ട, അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നവർ ഞങ്ങൾ മലക്കുകളാണ് എന്ന് മഹാന്മാരായ ആ മുഖറബീങ്ങൾ പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിജ് അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കുന്നത് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകൾ. യാക്കൂബ് നബിജ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയുമല്ലോ. മകൻ യൂസുഫിനെ കാണാതെ കണ്ണ് വെളുത്തുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ. സൂറത്ത് യൂസുഫിലെ 83 മുതലുള്ള ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ദുഃഖം കാരണം കണ്ണുകൾ വെളുത്തുപോയി, 2 നയനങ്ങളുടെയും കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി. ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ആ പ്രവാചകൻ അള്ളാഹിനോട് പറയുകയാണ്, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, യാ റബ്ബ്, എന്റെ വ്യസനവും വേവലാതിയും അല്ലാഹ് നിന്നിലാണ് ഞാൻ സമർപ്പിക്കുന്നത്. സാധിക്കുന്നുണ്ടോ മുസ്ലിം ഉമ്മത്തിന്? സാധിക്കുന്നുണ്ടോ ഇബ്രാഹിമി മില്ലത്തിന്? ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നാൽ, കണ്ണിന് അസുഖം വന്നാൽ കണ്ണുരൂപം കൊണ്ട് ദർഗയിൽ വെച്ച് കൊടുക്കുന്ന മുസ്ലിം നാമധാരികൾക്ക് സാധിക്കുമോ യാക്കൂബ് നബിയെ പിൻപറ്റുവാൻ? ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ഒരു അറുതി കിട്ടുവാൻ, ഒരു പരിഹാരം കിട്ടുവാൻ ദർഗകളിലേക്ക് ചെല്ലുന്ന മുസ്ലിം സമുദായത്തിന് സാധിക്കുമോ പ്രവാചകന്മാരോട് നീതി പുലർത്തുവാൻ? കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട ഇബ്രാഹിം നബിജ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ആവലാത് പറയുകയാണ്, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ വ്യസനവും വേവലാതിയും എന്നെ പടച്ച റബ്ബേ, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പടച്ച റബ്ബേ നിന്നിലാണ് ഞാൻ സമർപ്പിക്കുന്നത്, നിന്നിലാണ് എല്ലാം ഞാൻ സങ്കടങ്ങളുടെ ഭണ്ഡാരം കെട്ടഴിക്കുന്നത് എന്ന് പറയുന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം. പ്രകൃതി വിരുദ്ധമായ ആ വേഴ്ച അല്ലെങ്കിൽ ആ ഒരു തിന്മയിൽ അകപ്പെട്ടിരുന്ന ലൂത്ത് നബിജ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനെ നശിപ്പിക്കുവാനായിട്ട് മഹാന്മാരായ ആ ദൂതന്മാർ വന്നു എന്നുള്ളത് ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. ലൂത്ത് നബിയുടെ അടുക്കൽ വന്നപ്പോൾ സുന്ദര രൂപം പ്രാപിച്ചുകൊണ്ടാണ് മലക്കുകൾ അവരുടെ അടുക്കലേക്ക് വന്നത്. പ്രകൃതി വിരുദ്ധ വേഴ്ചകൾ നടത്തിയിരുന്ന ആ സമൂഹം, അതിലെ ജനങ്ങൾ പ്രവാചകൻ ലൂത്ത് നബിയുടെ അതിഥിയെ കണ്ടുകൊണ്ട് കൊതിച്ചുപോയി എന്നാണ്. പ്രകൃതി വിരുദ്ധ വേഴ്ചയ്ക്ക് ശ്രമിച്ചപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയില്ല എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അതിഥികൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്നറിയുന്നില്ല. കാരണം വന്നത് മനുഷ്യരൂപത്തിലാണ്, സുന്ദര രൂപത്തിലാണ്. ആരും മോഹിക്കുന്ന രൂപത്തിൽ വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ആ സുന്ദരന്മാരായ ലൂത്ത് നബിയുടെ അതിഥികളെ മോശ പ്രവർത്തനങ്ങളിലേക്ക് എടുക്കുമ്പോഴേക്കും മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം സങ്കടത്തോടുകൂടി പറയുകയാണ്, ഫത്തഖുല്ലാഹ്, എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഖ്സൂനി ഫീ ളൈഫി, എൻ്റെ അതിഥികളെ നിങ്ങൾ അപമാനപ്പെടുത്തരുത്. എൻ്റെ മക്കളെ വേണമെങ്കിലും പെൺമക്കളെ വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടിച്ചു തരാം. എന്നിൽ വന്ന എൻ്റെ അതിഥികളാണ്, അവരെ നിങ്ങൾ അപമാനപ്പെടുത്തരുത് എന്ന് സങ്കടത്തോടുകൂടി പറയുന്ന മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അറിയുന്ന നമുക്ക് നമ്മുടെ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടുവരുന്നത്. പുരോഹിതന്മാരുടെ ചൂഷണങ്ങൾക്ക് മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗവും അടിമപ്പെട്ടു പോകുന്നത്. അധ്വാനിച്ച പണങ്ങൾ മുഴുവനും ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാൻ, അധ്വാനിച്ചുണ്ടാക്കിയ വീടിന് ബർക്കത്ത് ലഭിക്കുവാൻ മുസ്ലിയാക്കന്മാർ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ടവർ തടയുകയാണ്. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്ന പുരോഹിതന്മാർ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്, സോഷ്യൽ മീഡിയകളിൽ കൂടിയും അല്ലാത്ത മേഖലകളിൽ കൂടിയും. അവിടെയാണ് വിശ്വാസികളെ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശ്വാസം എന്താണെന്ന് നാം പഠിക്കേണ്ടത്. ഒരു യുദ്ധത്തിൽ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി ശത്രുവിനെ വധിച്ചു. ശത്രുവുമായിട്ടുള്ള യുദ്ധമാണ്. കൊല്ലാൻ പോകുന്ന സമയത്ത് ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു വന്നാണ്. സ്വഹീഹ് മുസ്ലിം, ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രം കാണാം. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, എൻ്റെ വാളിൽ നിന്നും രക്ഷപ്പെടുവാനാണ് ഇദ്ദേഹം കലിമത്ത് മൊഴിയുന്നത്.
അതുകൊണ്ട് തന്നെ ഗളച്ഛേദം ചെയ്തു കളഞ്ഞു. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ ചുമന്നുവെന്നാണ് യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും നീ വധിച്ചു കളഞ്ഞു ഉസാമ. ഖിയാമത്ത് നാളിൽ വന്ന് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ചാൽ നിന്റെ കാര്യം എന്താകും ഉസാമ? ഉസാമ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റസൂലേ ഇത് പറയല്ലേ അങ്ങ്, മതി. എത്രത്തോളം എന്ന് വെച്ചാൽ ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊന്നും മുസ്ലിമായിട്ടില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിരുന്നു. അത്രയ്ക്കും ഗൗരവത്തോടുകൂടി. എന്തുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല? ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് ആത്മാർത്ഥമായിട്ടായിരുന്നോ, കാപട്യത്തോടുകൂടിയായിരുന്നോ? വലിയകളിൽ പ്രധാനിയായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ഗളച്ഛേദം ചെയ്തത്. സമുദായമേ ഉണരണം. അദൃശ്യമായ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യുമായിരുന്നു, തിന്മകൾ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികളാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണം. തൗഹീദും ശിർക്കും തമ്മിൽ വേർപെടുന്ന ഒരു വിഷയമാണ്. ജനങ്ങളെല്ലാം പോകുന്നത് ഈ വിശ്വാസത്തിലാണ്. ഭാവി പ്രവചനം നടത്തുന്നവരുടെ അടുക്കലേക്ക് അള്ളാന്റെ റസൂല് എത്ര ശക്തമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചതെന്നറിയുമോ? നിങ്ങൾ അങ്ങനെ ഭാവി പ്രവചനം നടത്തുന്നവരുടെ അടുക്കൽ പോകരുത്, ജോത്സ്യന്മാരുടെ അടുക്കൽ പോകരുത്, കൈനോട്ടക്കാരുടെ അടുക്കൽ പോകരുത്. അത് മുസ്ലിമോ അമുസ്ലിമോ എന്നില്ല, മുസ്ലിയാക്കന്മാരും അതിൽപ്പെടും, മൗലവിമാരും അതിൽപ്പെടും. ഭാവി പ്രവചനം നിങ്ങൾ ആരുടെ അടുക്കലെങ്കിലും തേടിപ്പോയിക്കൊണ്ട് അവർ പറഞ്ഞത് ഫസ്വദ്ദഖഹു ബിമാ യഖൂൽ, അവർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം അല്ലടോ നീ. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജീവിതത്തിലെ മുസീബത്തുകൾ മാറിക്കിട്ടുവാൻ നല്ല മുഹൂർത്തം തേടിക്കൊണ്ട് നിങ്ങൾ മുസ്ലിയാക്കന്മാരുടെ അടുക്കലാണ് പോയി അവർ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് വീടിന്റെ ഒരു ഭാഗം മാറ്റുകയാണ്, കല്യാണ ദിവസം മാറ്റുകയാണ്, മുഹൂർത്തം നല്ലതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ പ്രവർത്തനം ചെയ്താൽ പോകുന്നത് മുഹമ്മദ് ആയിരിക്കാം, പോകപ്പെടുന്നത് അഹമ്മദ് മുസ്ലിയാരുടെ അടുക്കലായിരിക്കാം. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന് ഇറങ്ങിയ ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, അതുവഴി അവൻ കാഫിറാണ്. ഇത്രത്തോളം ഗൗരവം പറഞ്ഞ ഒരു മതം ഏതാണ് വിശ്വാസികളെ? ഗൈബ് അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ അദൃശ്യ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കൃത്യമായ പാഠങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിമാന ദുരന്തം, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ട ലണ്ടനിലേക്ക് പുറപ്പെട്ട ആ യാത്രക്കാർ, സങ്കടകരമാണ്. ആ ദുഃഖത്തിൽ നാം പങ്കുചേരുകയാണ്. ആ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതുമായി നാം ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അതോടൊപ്പം നാം അറിയണം വിശ്വാസികളെ, ആ യാത്രക്കാർ എന്തെല്ലാം പ്രതീക്ഷകളോടായിരുന്നു വിമാനം കയറിയത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങൾ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എന്തെല്ലാം മനോനില കിട്ടിക്കൊണ്ടായിരുന്നു ആ വിമാനം കയറിയത്. അതിൽ ഭൂരിഭാഗവും മതവിശ്വാസികളാണ്. ആ മതവിശ്വാസികൾ തന്നെ അവരുടെ മതവിശ്വാസപ്രകാരം ആരെയെല്ലാം സമീപിച്ചു കാണും യാത്ര ഒന്ന് സുഖകരമാകുവാൻ, യാത്ര നല്ല രീതിയിൽ പര്യവസാനിക്കുവാനായിട്ട് ഏതെല്ലാം പുരോഹിതന്മാരുടെ അടുക്കൽ പോയി കാണും, അറിയില്ല നമുക്ക്. പക്ഷെ ഇവിടെയാണ് വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്ത് 34-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅത്തി, അന്ത്യനാൾ അല്ലാഹുക്ക് മാത്രമേ അറിയുകയുള്ളൂ. വയനസ്സുലുൽ ഗൈസ്, മഴ എവിടെ എങ്ങനെ എപ്പോൾ അല്ലാഹുക്ക് മാത്രമേ അറിയുകയുള്ളൂ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭസ്ഥ ശിശുവിന്റെ ഭാവി ജീവിതം എത്ര വരെ, എന്താണ് അവന്റെ ഖലാ ഖദർ, റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഒരു മനുഷ്യൻ നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് അല്ലാഹുക്ക് മാത്രമേ അറിയുകയുള്ളൂ. വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്, എവിടെ വച്ചാ ഒരാളുടെ മരണം, എവിടെ വച്ചാണ്, വിമാനത്തിലാണോ, കപ്പലിലാണോ, ബഹറിലാണോ,
കരയിലാണോ? ആർക്കാണ് അറിയുക സഹോദരങ്ങളെ? അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ഈ 5 കാര്യങ്ങൾ. എവിടെ വച്ചാണ് ഒരാൾ മരിക്കുക? വിശ്വാസികളെ, എവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ അജലെത്തിക്കഴിഞ്ഞാൽ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദത്തിൻ, ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലായിരുന്നാലും അള്ളാഹുവിന്റെ അജലെത്തിക്കഴിഞ്ഞാൽ എവിടേക്കാ ഓടി ഒളിക്കുന്നത്? ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഏൽപ്പിക്കപ്പെട്ട ആ മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത് ഉണ്ടല്ലോ, നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നീട് റബ്ബിങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം. അതുകൊണ്ട് വിശ്വാസികളെ, മനുഷ്യരെ, മരണത്തെ ഭയന്നുകൊണ്ട് എവിടേക്കാ നിങ്ങൾ ഓടിപ്പായുന്നത്? ഇന്നൽ മൗത്തല്ലദീ മിൻഹു ഫഇന്നഹു മുലാഖീകും. പിടികൂടുക തന്നെ ചെയ്യും, പിടികൂടുക തന്നെ ചെയ്യും വിശ്വാസികളെ. അതുകൊണ്ട് വിശ്വാസികളെ ജീവിതത്തിൽ നന്മകളുമായി മുന്നോട്ട് പോവുക. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 33 മുതലുള്ള ഒരു വചനം, 3-4 വചനങ്ങളുണ്ട്. ആ വചനം വലീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. വലീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് വന്നു, ഖുർആൻ ക്ലാസുകൾ കേട്ടു, അള്ളാന്റെ റസൂലിൻ്റെ തിരുവായിൽ നിന്നും നിർഗളിക്കുന്ന മൊഴിമുത്തുകൾ ജീവിതത്തിൽ സ്വായത്തമാക്കി, ദീനിൻ്റെ സഹചാരിയായി വളർന്നു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോഴനായി വളർന്നു. പറയുന്ന മൊഴിമുത്തുകളെല്ലാം കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നല്ല ഒരു മനുഷ്യനായി വലീദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ വളർന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ദുനിയാവിൻ്റെ ആ മോഹവലയത്തിൽ പെട്ടുപോയി. കച്ചവടം സുഭദ്രമായി മുന്നോട്ട് പോയപ്പോൾ ചില പ്രലോഭനങ്ങളിലെല്ലാം അദ്ദേഹം വീണുവെന്നാണ്, ചില പ്രകോപനങ്ങളിൽ അദ്ദേഹം വീണുവെന്നാണ്. ഇനി എന്ത് ഇസ്ലാം, ഇനി എന്ത് ഖുർആൻ ക്ലാസ്, ഇനി എന്ത് നന്മകൾ, ഇനി എന്ത് സ്വതക്ക, ഇനി എന്ത് സുഹൃതങ്ങൾ? അവസാനം പിന്തിരിഞ്ഞു പോയ വലീദ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിറങ്ങിയ ആയത്ത് അഫറഅയ്തല്ലദീ തവല്ലാ. പ്രവാചക, പിന്മാറിക്കളഞ്ഞവനെ നീ കണ്ടുവോ? കൊടുത്തുകൊണ്ടിരുന്നവനാണ്, സ്വതക്കകൾ നൽകിക്കൊണ്ടിരുന്നവനാണ്, ക്ലാസ്സുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നവനാണ്, ഖുർആൻ ക്ലാസ്സുകളിലേക്ക് ആളുകളെ കൊണ്ടുവന്നവനാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നവനാണ്, അതിനുവേണ്ടി സമയം കണ്ടെത്തിയവനാണ്. തിരിഞ്ഞു പോയില്ലേ റസൂലേ? പ്രലോഭനത്തിൽ വീഴ്ന്നു പോയില്ലേ? ദുനിയാവിൻ്റെ മായാവലയത്തിൽ പെട്ടുപോയല്ലോ. ആ മനുഷ്യനെ അറിയുമോ റസൂലേ? ഇൻദഹു ഇൽമുൽ ഗൈബ് ഫഹുവ യറാ. അവൻ്റെ അടുക്കൽ വല്ല അദൃശ്യജ്ഞാനവുമുണ്ടോ? അത് മുഖേനയാണോ അവൻ കണ്ടറിയുന്നത്? അവന് എപ്പോഴാണ് അവൻ്റെ ജീവിതം നിലച്ചു പോവുക എന്നുള്ളത്, ആ ഗൈബായ കാര്യം അവൻ അറിയുമോ റസൂലേ? ചോദിക്കുകയാണ് വലീദ് എന്ന് പറയുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ് വിശ്വാസികളെ. അതുകൊണ്ട് എന്നോടെന്നപോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്, എപ്പോഴാണ് നിലച്ചു പോവുക? എന്തെല്ലാം മോഹങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ആ വിമാനയാത്രക്കാർ. നശിച്ചു പോയില്ലേ? ശരീരം പോലും തിരിച്ചറിയാതെ കത്തിക്കരിഞ്ഞു പോയില്ലേ എന്നുള്ളത് നാം വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ ആരുണ്ട് സഹോദരങ്ങളെ? അതുകൊണ്ട് റബ്ബിൻ്റെ വരദാനമായി കിട്ടിയ നമ്മുടെ ആയുസ്സുണ്ടല്ലോ, പരമാവധി കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം, കൂട്ടായ്മയിൽ സ്ഖലിതങ്ങളുണ്ടാകാം, അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഞാനിന് ഒന്നിലുമില്ല, ഇനി എന്തോ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇബ്ലീസിൻ്റെ കരവലയത്തിൽ പെട്ടുപോകാതിരിക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അത്തരം പരിശ്രമിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.